വലിയ പരാതികളൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് ഡയറക്ടേഴ്സ് നമുക്ക് തന്നെ സ്ത്രീകൾ മലയാളത്തിൽ ഇപ്പോൾ എത്തുന്നുണ്ട്. പിന്നെ സാങ്കേതിക രംഗത്തെല്ലാം തന്നെ സ്ത്രീകൾ വരണം. ഡയറക്ഷന് മാത്രമല്ല, എഡിറ്റിംഗ് ഒരു ബീന ചേച്ചി അല്ലാതെ മറ്റൊരു സ്ത്രീയുടെ പേര് വലുതായിട്ട് പറഞ്ഞ് നമ്മളിപ്പോൾ കേട്ടില്ല. സോറി, ഞാൻ അറിയാത്തതാണോ ആരെങ്കിലും ഉണ്ടോയെന്ന് അറിയത്തില്ല. ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരു പേര് പറഞ്ഞാൽ കേട്ടില്ല. അപ്പോൾ അങ്ങനെ ഇപ്പം ബീന ചേച്ചി അവിടെ ട്രിവാൻഡ്രത്ത് ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ എല്ലാത്തിനും വിളിക്കുമായിരുന്നു എന്നെ. പലതിനും ഞാൻ പങ്കെടുത്തിട്ടില്ല എന്തോ. അപ്പം ചേച്ചി പറയും, നിങ്ങൾ സ്ത്രീകൾ തന്നെ സഹകരിച്ചില്ലെങ്കിൽ എങ്ങനെ വരണ്ടേ നിങ്ങളൊക്കെ വേദിയിലോട്ടെന്ന് പറയാറുണ്ട്. എന്തു തന്നെ ആയാലും പരസ്പരം പരാതി പറഞ്ഞും കുറ്റം പറഞ്ഞു എന്നുള്ളതല്ലാതെ പരസ്പരം കൈകോർത്ത് നീങ്ങുക, അതാവട്ടെ സമം. കാരണം ഞാൻ ചെയ്ത സിനിമകളൊക്കെ ഒരുപാട് പുരുഷന്മാർ ഡയറക്റ്റ് ചെയ്ത സിനിമകളല്ലേ, റൈറ്റേഴ്സും അവരായിരുന്നല്ലോ. അവരെനിക്ക് നല്ല എൻ്റെ സാന്നിധ്യം അറിയിക്കാൻ പറ്റുന്ന സിനിമകൾ തന്നു. നായികാ പ്രാധാന്യമുള്ള സിനിമകൾ ചെയ്യാൻ ഞാൻ ഓപ്ഷനൊന്നും അങ്ങനെ തിരഞ്ഞെടുത്തൊന്നും ചെയ്തൊന്നുമല്ല, അവരെന്നെ തിരഞ്ഞെടുത്താണ്. പിന്നെ അത് കഴിഞ്ഞപ്പം ഞാൻ കുറേശ്ശെ അവരുടെ ഉപദേശം കൊണ്ടും അല്ലെങ്കിൽ അതുപോലെയുള്ള ഗുരുകാരണന്മാരായിട്ടുള്ള നല്ല ഡയറക്ടേഴ്സും അല്ല നല്ല റൈറ്റേഴ്സും മാധ്യമ പ്രവർത്തകരും ഒക്കെ പറഞ്ഞിട്ടാണ് ഈ വെറുതെ വന്നു പോകുന്ന റോൾസിൽ ചെയ്യേണ്ട ഉർവശി. ഒരു സീൻ വന്നാലും ഉർവശിയുടെ പ്രസൻസ് അറിയിക്കാൻ പറ്റുന്ന പോലെ, അല്ലെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ പ്രസൻസ് കൊണ്ട് സിനിമയുടെ വിജയത്തിൻ്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും ആകാൻ പറ്റുന്ന സിനിമകൾ ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഞാൻ അത്തരം സിനിമകളിലേക്ക് കുറേശ്ശെ നീങ്ങി ഒരു സൈഡിൽ കൂടെ എങ്ങനെ. അതുകൊണ്ടാണ് ഇവിടെ സ്റ്റാർസ് എന്ന് പറയുന്ന നായകന്മാരുടെ ഒപ്പം ഒരുപാട് സിനിമകൾ, പിന്നെ ഏകദേശം 25 കൊല്ലമായെന്ന് തോന്നുന്നു ഞാൻ അവരുടെയൊക്കെ കൂടെ സിനിമ ചെയ്തിട്ട്. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത ദൈവാനുഗ്രഹത്തിൽ നീങ്ങിപ്പോകുന്നു. ഇപ്പോഴും എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ പേരെങ്കിലും ഉണ്ടെന്നറിയുമ്പോൾ ഒരു സന്തോഷം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ബലം.